ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മാവ് കലക്കി വയ്ക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് കേട്ടോ ഞാൻ അളന്നിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ, ഈ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, എത്ര ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പ സോഡ എന്ന് പറയില്ലേ അത് കേട്ടോ. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, നോക്കൂ, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, അത്രയും മതി. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിച്ച ദോശമാവാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ദോശമാവ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ പഴംപൊരിക്ക്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചേർത്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇത് ചേർത്ത് നോക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ, പഴംപൊരിയുടെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ ഇളക്കി എടുക്കണം. ഒരുമിച്ച് ഒഴിക്കേണ്ട, കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പൊടികൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് മാറ്റി വെച്ചിട്ട് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യല്ല കേട്ടോ. ഈ പഴം നന്നായിട്ട് കഴുകിയെടുക്കണം ആദ്യം, അതിന് ശേഷമാണ് കട്ട് ചെയ്യണത്. മുഴുവനായിട്ടും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്യല്ല. ഞാനിതിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ ചെറുതാക്കി ഇതുപോലെ സ്ലൈസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പഴമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നതുണ്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഓരോന്നായിട്ട് ഈ ഒരു ബാറ്ററിൽ ഇങ്ങനെ മുക്കിയതിന് ശേഷം അതുപോലെ മുക്കിയതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഒന്ന് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കതൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ പഴം, അതും കൂടെ ആ മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട്
വറുത്തെടുക്കുക കേട്ടോ. അതും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.